ചേച്ചി, എന്നാ ഞാൻ ചേച്ചിയുടെ നിന്ന് മേടിച്ച 2000 രൂപ. ശരി മോളെ. മോളുടെ ഉണ്ടായിരുന്നോ തരാൻ? ആ ഉണ്ടായിരുന്നു. അയ്യോ ചേച്ചി, എണ്ണി നോക്കാൻ ഞാൻ എന്ത്? അയ്യോ അതൊന്നും വേണ്ട മോളെ, മോൾ എണ്ണിക്കൊണ്ടല്ലേ വന്നത്, അത് മതി. ആ ഞാൻ എണ്ണിക്കൊണ്ടാ വന്നത്. എന്നാ പോട്ടെ ചേച്ചി. ആ ശരി മോളെ. ഹലോ ലക്ഷ്മി, നിന്റെ 2000 രൂപയില്ലേ ഞാൻ തരാനുള്ള ചിട്ടി പൈസ, അതെന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. നീ ഇങ്ങോട്ടൊന്ന് വരുവാണെങ്കിൽ ഞാൻ അതങ്ങോട്ട് തരാം. ആ ശരി എന്നാ. എന്തായാലും ഇതൊന്ന് എണ്ണി നോക്കിയേക്കാം. 6, 7, 8, 9, 10, 11, 12, 13, 14, 15. അയ്യോ ഇത് 1500 രൂപയല്ലേ ഉള്ളു. അവള് 2000 എന്നാണല്ലോ എൻ്റെ അടുത്ത് പറഞ്ഞത്. 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. ഇത് 1500 അല്ലേ ഉള്ളു. 500 രൂപ കുറഞ്ഞല്ലോ ഇത്. എന്തായാലും ഞാനിന്ന് അവളെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ചേച്ചി എന്തിനാ എന്നെ വിളിക്കുന്ന? ഹലോ ഹലോ നൂറ, നീ എൻ്റെ 2000 രൂപയല്ലേ കൊണ്ട് തന്നത്? ഇതിനകത്ത് 1500 രൂപയല്ലേ ഉള്ളൂ. 500 രൂപ കുറവുണ്ട്. എന്റെ പൊന്നു ചേച്ചി, 2000 എണ്ണി വെച്ചിരുന്ന പൈസ അത്. 2 500-ന്റെ നോട്ടും 10 100-ന്റെ നോട്ടും. ഞാൻ അവിടെ വെച്ച് പറഞ്ഞില്ലേ ചേച്ചി അടുത്ത് എണ്ണി നോക്കാൻ? ഇല്ല നൂറ, എൻ്റെ കയ്യിൽ ഇത് 1500 ഉള്ളു. ദൈവത്തെ ഓർത്ത് ഇങ്ങനൊന്നും പറയല്ലേ ചേച്ചി. എനിക്ക് ചേച്ചി അടുത്ത് കള്ളത്തരം കാണിച്ചിട്ട് എന്ത് കിട്ടാനാ? ഞാൻ 2000 ആണ് തന്നത് ചേച്ചിക്ക്. ഞാനിത് ആദ്യം അങ്ങ് എണ്ണി നോക്കിയാൽ മതിയായിരുന്നു. അവൾ എൻ്റെ അടുത്ത് പറഞ്ഞത് എണ്ണി നോക്കാൻ. ഇപ്പൊ ഞാൻ കള്ളിയുമായി. ഞാനിനി ഇതിനകത്ത് 500 രൂപ ഇട്ട് കൊടുക്കുകയും വേണം. ഒരു ഉപകാരം ചെയ്തപ്പോ ഇപ്പൊ കള്ളപ്പേരും കൂടെ എനിക്ക് കിട്ടി. തമ്പുരാനെ. പൈസ വാങ്ങുമ്പോഴും കൊടുക്കുമ്പോഴും എപ്പോഴും ശ്രദ്ധിക്കുക. ഇതിൽ മാത്രം വിശ്വാസം വേണ്ട. ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു ദിവസം ആർക്കും സംഭവിക്കാം. അയ്യോ, ഇത് ആ ചേച്ചിക്ക് എണ്ണി വെച്ചിരുന്ന 500 രൂപയല്ലേ? എന്തായാലും കാര്യം 500 രൂപ നമുക്ക്